everyone, welcome back to my channel, my English teacher. Are you excited? Really excited? Really excited? In today's video, we are going to learn 7 most common use of the verb get. Getന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Get എന്നുള്ള വെർബ് എന്തൊക്കെ തരത്തിൽ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. Get എന്നാൽ റിസീവ് എന്നും അതായത് ഒബ്റ്റെയിൻ എന്നും ബൈ എന്നൊക്കെ നമുക്ക് പറയും. ഓക്കെ, അപ്പോൾ എങ്ങനെ അതുകൊണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കാൻ പോവാണ്. I got some old books from my grandfather. എൻ്റെ ഗ്രാൻഡ് നിന്നും എനിക്ക് കുറച്ച് പഴയ പുസ്തകങ്ങൾ ലഭിച്ചു. അവിടെ I received some old books from my grandfather എന്നാണ്. അവിടെ received എന്നതിന് പകരം നമ്മൾ get ആണ് യൂസ് ചെയ്തത്, അതായത് got. ഓക്കെ, we have gotten 50 emails in the past 3 days. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് 50ഓളം ഇമെയിൽസുകൾ ലഭിച്ചു. വി ഹാവ് ഗോട്ടൺ. ഓക്കെ, അത് നമ്മളെന്താ റിസീവ്ഡ്, വി ഹാവ് റിസീവ്ഡിന് പകരം നമ്മൾ ഗോട്ടൺ യൂസ് ചെയ്തു. ഇവിടെ ഗോട്ട് എന്നും ഗോട്ടൺ എന്നും പറയും, രണ്ടും പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് തന്നെയാണ്. ഗോട്ടൺ എന്ന് നോർമലായിട്ട് സാധാരണയായിട്ട് അമേരിക്കൻ ഇംഗ്ലീഷിലും അതായത് ഗോട്ട് എന്നുള്ള യൂസേജ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലുമാണ് പറയാറ്. സാഗർ ജസ്റ്റ് ഗോട്ട് എ ജോബ് അറ്റ് ദി എയർപോർട്ട്. സാഗറിന് എയർപോർട്ടിൽ ഒരു ജോലി കിട്ടി. അവിടെ എന്താണ് ഒബ്റ്റെയിൻ. സാഗർ ഒബ്റ്റെയിൻഡ് എ ജോബ് അറ്റ് ദി എയർപോർട്ട്. അവിടെ ഒബ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ നേടുക, സാഗർ നേടി. അതിന് പകരം നമ്മൾ ഗോട്ട് എന്ന് യൂസ് ചെയ്തു. ഓക്കെ, വാട്ട് ആർ യു ഗെറ്റിംഗ് മീ ഫോർ മൈ ബർത്ത്ഡേ? നീ എന്താണ് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് വാങ്ങിത്തരാനായിട്ട് പോകുന്നത്? അപ്പം എങ്ങനെ പറയാം, വാട്ട് ആർ യു ബൈയിങ് മീ ഫോർ മൈ ബർത്ത്ഡേ എന്നുള്ളതിന് വാട്ട് ആർ യു ഗെറ്റിംഗ് മീ ഫോർ മൈ ബർത്ത്ഡേ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, എന്ത് ഗിഫ്റ്റാണ് നീ എനിക്ക് തരാൻ പോകുന്നത് എൻ്റെ ബർത്ത്ഡേക്ക്? അവിടെ ബൈ എന്നുള്ളതിന് പകരം നമ്മൾ ഗെറ്റ് യൂസ് ചെയ്തു, ഗെറ്റിംഗ് മീ, ബൈയിങ് മീ എന്നുള്ളതിന് പകരം. അടുത്തതായിട്ട് ഹാവ് ഗോട്ടിൻ്റെ യൂസേജ്. ഓക്കെ, സെക്കൻഡായിട്ട് ഹാവ് ഗോട്ട് എന്ന് പറഞ്ഞാൽ ഹാവ് എന്ന് തന്നെയാണ്. ഓക്കെ, ഹാവ് എന്ന് തന്നെയാണ്. ഇത് കൂടുതലായിട്ടും ഹാവ് ഗോട്ട് എന്നുള്ളത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് നമ്മൾ പറയാറ്. ഓണർഷിപ്പ്, റിലേഷൻഷിപ്പ് എന്നിവയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് ഗോട്ട് എന്നുള്ളത് യൂസ് ചെയ്യാറ്. ഓക്കെ, ഓണർഷിപ്പ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഓണർഷിപ്പുള്ള സാധനം, കാര്യങ്ങൾ, അല്ലെ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ എൻ്റെ ബന്ധത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഓണർഷിപ്പ്, ഐ ഹാവ് എ കാർ, ഒരു കാർ എൻ്റെ ഓണർഷിപ്പ് അല്ലേ. അതേപോലെ ഐ ഹാവ് 2 സിസ്റ്റേഴ്സ്, എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ റിലേഷൻഷിപ്പാണ്. ഇത് പറയാൻ വേണ്ടിയിട്ട് ഹാവ് ഗോട്ട് നമ്മൾ യൂസ് ചെയ്യും. നമുക്ക് നോക്കാം. ഐ ഹാവ് ഗോട്ട് 2 സിസ്റ്റേഴ്സ്. എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഐ ഹാവ് 2 സിസ്റ്റേഴ്സ് എന്ന് പറയാം, പക്ഷേ ഐ ഹാവ് ഗോട്ട് എന്ന് പറയാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ കൂടുതലായിട്ടും ഐ ഹാവ് ഗോട്ട് 2 സിസ്റ്റേഴ്സ്. എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. സാറ ഹാസ് ഗോട്ട് വൈഫൈ അറ്റ് ഹോം. ശരിക്കും സാറയുടെ വീട്ടിൽ വൈഫൈ ഉണ്ട്. സാറ ഹാസ് വൈഫൈ എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ സാറ ഹാസ് ഗോട്ട് വൈഫൈ അറ്റ് ഹോം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ കൂടുതലായിട്ട് അങ്ങനെയാണ് പറയാറ്. അതെന്താ, ഓണർഷിപ്പാണ്. വൈഫൈ അവളുടെ വീട്ടിലുണ്ട്, അവളുടെ ഒരു ഓണർഷിപ്പിലുള്ള കാര്യം പറയാണ്. അടുത്തത് ഹാവ് യു ഗോട്ട് ടൈം ഫോർ എ കോഫി. ഒരു കോഫി കുടിക്കാൻ നിനക്ക് സമയമുണ്ടോ? നമുക്കൊരു കോഫി കുടിക്കല്ലേ, നിനക്ക് സമയമുണ്ടോ എന്ന് ചോദിക്കൂലേ. അടുത്തത് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ നെസസിറ്റി ഒക്കെ പറയാൻ വേണ്ടി. ഒബ്ലിഗേഷൻ പറഞ്ഞാൽ ഒരു കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നെസസിറ്റി ഒരു ആവശ്യകത ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാവ് ടു എന്നുള്ള യൂസേജ് നമ്മൾ പഠിച്ചു. ഹാവ് ഗോട്ട് ടു എന്ന് യൂസ് ചെയ്യും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. യു ഹാവ് ഗോട്ട് ടു ഗെറ്റ് അപ്പ് ഏർലി ടുമോറോ. ഓക്കെ, നീ നാളെ നേരത്തെ എണീക്കേണ്ടതായിട്ടുണ്ട്. അതൊരു നിർബന്ധമായിട്ടുള്ള കാര്യം. യു ഹാവ് ഗോട്ട് ടു ഗെറ്റ് അപ്പ് ഏർലി. നീ ഗോട്ട് ടു നിർബന്ധമായിട്ടും ഗെറ്റ് അപ്പ് ഏർലി, നാളെ ഗെറ്റ് അപ്പ് ഏർലി ടുമാറോ, നാളെ നിർബന്ധമായിട്ടും നേരത്തെ എണീക്കേണ്ടതായിട്ടുണ്ട്. ഹി ഹാസ് ഗോട്ട് ടു ലേൺ ഇംഗ്ലീഷ് ടു ലിവ് ഇൻ ഇംഗ്ലണ്ട്. അവൻ ഇംഗ്ലണ്ടിൽ ജീവിക്കാൻ ഇംഗ്ലീഷ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹി ഹാസ് ഗോട്ട് ടു ലേൺ. അതായത് ഗോട്ട് ടു ലേൺ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തത് ഗെറ്റിൻ്റെ മൂന്നാമത്തെ ഉപയോഗം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗെറ്റ് ഫോർ ഓഫേഴ്സ് അല്ലെങ്കിൽ റിക്വസ്റ്റ്. ഓഫേഴ്സ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാനും. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അപേക്ഷകൾ ചെയ്യാനും. ഓഫേഴ്സ് നമ്മളിപ്പോൾ ക്യാൻ ഐ ഗെറ്റ് യു കോഫി എന്നൊക്കെ പറയില്ലേ. കോഫിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാനും ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യാനും ഒക്കെ നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യാറുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോയി, കുഡ് യു ഗെറ്റ് മീ ദ മെനു പ്ലീസ്. ഹോട്ടലിൽ പോയിട്ട് വേറൊരാളോട് നമ്മൾ ചോദിക്കുകയാണ്, ആ മെനു ഒന്ന് തരുമോ? ഓക്കെ, ഗെറ്റ് മീ. കുഡ് യു ബ്രിങ് മീ ദ മെനു പ്ലീസ്. അവിടെ നമുക്ക് കുഡ് യു ഗെറ്റ് മീ ദ മെനു പ്ലീസ് എന്ന് പറയാം. കുഡ് യു ഗെറ്റ് മീ എ കപ്പ് ഓഫ് കോഫി, അല്ലെങ്കിൽ കുഡ് യു ഗെറ്റ് മീ എ ബർഗർ, കുഡ് യു ഗെറ്റ് മീ എ സാൻഡ്വിച്ച് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഗെറ്റ് എന്ന് പറഞ്ഞാൽ കുഡ് യു ബ്രിങ്. അവിടെ ബ്രിങ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്തു.
നമ്മളെ ഫ്രണ്ടൊക്കെ നമ്മളെ വീട്ടിലേക്ക് വന്നു, നമ്മളെങ്ങനെ പറയും, ഞാൻ നിനക്കൊരു കുറച്ച് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് നമ്മളെങ്ങനെ ചോദിച്ചത് സിമ്പിളായിട്ട്, ക്യാൻ ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക്, ക്യാൻ ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക്, ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, ഗെറ്റ് യു അതായത് ബ്രിങ് യു, ക്യാൻ ഐ ബ്രിങ് യു സംതിങ് ടു ഡ്രിങ്ക്, ഞാൻ കൊണ്ടുവരട്ടെ, അവിടെ അതിന് പകരം നമ്മൾ ക്യാൻ ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക്, അല്ലെങ്കിൽ നമുക്ക് പറയാം ക്യാൻ ഐ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ്, എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ, തരട്ടെ, എടുക്കട്ടെ. നാലാമത്തെ ഉപയോഗം, ഗെറ്റിനോണ്ടുള്ള ഉപയോഗം, റീച്ച് എ പ്ലേസ്, അതിന് നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഐ ഗോട്ട് ഹോം ലൈറ്റ് യെസ്റ്റർഡേ ഈവനിങ് ബിക്കോസ് ഓഫ് ദ ട്രാഫിക്, അതായത് ഇന്നലെ ട്രാഫിക് കാരണം ഞാൻ ഇന്നലെ വീട്ടിലെത്താൻ ഇന്നലെ വൈകുന്നേരം കുറച്ച് വൈകിപ്പോയി. ഐ റീച്ച്ഡ് ഹോം ലൈറ്റ് യെസ്റ്റർഡേ ബിക്കോസ് ഓഫ് ദി ട്രാഫിക് എന്നുള്ളതിന് പകരം നമ്മൾ എന്താ പറയുക, ഐ ഗോട്ട് ഹോം ലൈറ്റ് യെസ്റ്റർഡേ ബിക്കോസ് ഓഫ് ദ ട്രാഫിക്. അവിടെ നമ്മൾ റീച്ച്ഡ് എന്നുള്ളതിന് പകരം ഐ ഗോട്ട് ഹോം എന്നാണ് നമ്മൾ യൂസ് ചെയ്തത്. വീട്ടിലേക്ക് ലേറ്റായിട്ട് എത്തി എന്നുള്ളതിന് പകരം ഐ റീച്ച്ഡ് ഹോം എന്നുള്ളതിന് പകരം ഐ ഗോട്ട് ഹോം എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്തു. വാട്ട് ടൈം വിൽ യു ഗെറ്റ് ഹിയർ, വാട്ട് ടൈം വിൽ യു ഗെറ്റ് ഹിയർ, നീ എപ്പോഴാണ് ഇവിടേക്ക് വരാൻ പോകുന്നത്, നീ എപ്പോഴാണ് ഇവിടേക്ക് എത്തുക എന്നൊന്നും ചോദിക്കില്ല. അപ്പം ഇങ്ങനെ വാട്ട് ടൈം ആർ യു ഗോയിങ് ടു റീച്ച് ഹിയർ എന്നുള്ളതിന് പകരം വാട്ട് ടൈം വിൽ യു ഗെറ്റ് ഹിയർ, റീച്ച് എന്നുള്ളതിന് പകരം നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യാം. ഐ ഡോണ്ട് തിങ്ക് വി വിൽ ഗെറ്റ് ടു ദ മൂവി തിയേറ്റർ ഓൺ ടൈം, അതായത് നമ്മൾ ഓൾറെഡി വി ആർ റണ്ണിങ് ലൈറ്റ്, നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സമയത്തിന് മൂവി തിയേറ്ററിലേക്ക് നമ്മൾ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമ്മൾ ഓൾറെഡി വൈകിയിട്ടുണ്ട്. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് വി വിൽ ഗെറ്റ് ടു ദ മൂവി തിയേറ്റർ ഓൺ ടൈം, ഗെറ്റ് ടു ദി, റീച്ച് ടു ദി മൂവി തിയേറ്റർ എന്നുള്ളതിന് പകരം നമ്മൾ വിൽ ഗെറ്റ് ടു ദി എന്ന് യൂസ് ചെയ്തു. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഗെറ്റിൻ്റെ യൂസേജ് ആണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വീഡിയോക്ക് ഒരുപാട് ലെങ്ത്ത് കൂടിയെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ നമുക്കിത് സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കും. അടുത്ത പാർട്ടിൽ ഇതിൻ്റെ ഗെറ്റിൻ്റെ യൂസേജ് മൊത്തം നമ്മൾ പഠിക്കുന്നതാണ്. 2 പാർട്ടായിട്ട് എടുക്കാമെന്ന് കരുതി, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടിയാൽ നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ ഗെറ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ, സെക്കൻഡ് ഭാഗങ്ങൾ കൂടി നമ്മൾ ചേർത്തിട്ട് നമ്മൾ ഫുള്ളാക്കും, ഫിനിഷാക്കും. അപ്പോൾ ഗെറ്റിൻ്റെ ഒരുപാട് യൂസേജ് ഇനിയും ഉണ്ട്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഗെറ്റൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കൂടുതൽ അഡ്വാൻസ്ഡ് ആവും. ഗെറ്റിൻ്റെ എല്ലാ ഉപയോഗങ്ങളും നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഇംഗ്ലീഷ് വളരെ എന്താ പറയുക, ഫ്ലുവൻ്റായിട്ട് നമുക്ക് സംസാരിക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, പിന്നെ എത്രേ ഉള്ളൂ എന്ന് പറയാനുള്ളത്, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ കറക്റ്റ് നിങ്ങളിലേക്ക് എത്തും. അതുപോലെ തന്നെ കുറച്ച് പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ വളരെ ഹെൽപ്ഫുൾ ആകും. അപ്പോൾ പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ.